ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു നാടൻ റെസിപ്പിയാണ്, ഒരു സാമ്പാറിൻ്റെ റെസിപ്പി. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന സാമ്പാറല്ല, ഒരു വെറൈറ്റി സാമ്പാർ, ബീട്രൂട്ട് സാമ്പാർ. അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഇത് ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ഞാൻ ഇതിനു മുമ്പ് ഒരു ബീട്രൂട്ട് ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് പോയി കണ്ടേക്കണേ അത്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പം നമ്മുടെ ബീട്രൂട്ട് സാമ്പാറിന് വേണ്ടി കുറച്ച് സംഭവങ്ങളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീട്രൂട്ടിൻ്റെ കൂടെ കുരുമുളക് ചേർന്നാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് കുരുമുളക് ഇടുന്നത്. അതുപോലെ തന്നെ 1 വലിയ സ്പൂൺ ചനാദാൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മല്ലിയും ദാലും ഒക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2-3 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഇതുകൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആവണ്ട, ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്ന് ചൂടായാൽ മതി. അപ്പം നമ്മുടെ തേങ്ങയും ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഞാൻ 1.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. മുളക് പൊടിയൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി നമുക്കൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിവിടെ നിന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷം ഇത് നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ കൂട്ട് അവിടെ നിന്ന് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പണി ചെയ്യാനുണ്ട്. നമുക്കൊരു ചട്ടി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് ടേസ്റ്റ്. ഇതിലേക്ക് ഞാനൊരു വലിയ ബീറ്റ്റൂട്ട് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വഴലുകയൊന്നും വേണ്ട, ഒന്ന് നമ്മളൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് സോട്ടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ബീട്രൂട്ട് ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിക്ക് ഇതുവരെ കൊഴുപ്പില്ലല്ലോ, സാമ്പാർ വെക്കുകയല്ലേ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഒരു 1/2 കപ്പ് ദാല് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്ക് നമ്മുടെ ബീറ്റ്റൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നല്ല കളർ. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുമ്പേ റോസ്റ്റ് ചെയ്ത് വെച്ച സംഭവങ്ങളെല്ലാം നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മിക്സിക്കകത്ത് ബാലൻസ് ഉണ്ട്, അതും കൂടെ നമുക്ക് കഴുകി ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഇതിലേക്ക് പുളിയൊന്നും ചേർത്തിട്ടില്ല, ഒരു തക്കാളി മാത്രമല്ല ചേർത്തിട്ടുള്ളൂ. അതെന്തായാലും നമുക്ക് പുളി ഉണ്ടാവില്ല. ഇപ്പം ഞാൻ കുറച്ച് വാളംപുളി ഇതുപോലെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇവിടെ കായത്തിൻ്റെ മണം ടേസ്റ്റും എല്ലാവർക്കും വലിയ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ചേർത്ത് കേട്ടോ, ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇത്ര മതി. ഇനി ചട്ടിയിലിരുന്ന് ഒന്നും കൂടി ഒന്ന് കുറുകും. സാമ്പാറൊക്കെ കുറച്ചൊരു വെള്ളം വേണമല്ലോ, നമ്മൾ ചോറിനകത്ത് ഒഴിച്ച് കഴിക്കുന്ന കറിയല്ലേ. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതൊന്ന് താളിക്കണം. നമ്മളൊരു പാൻ എടുത്ത് വെച്ച് ചൂടാകുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
നമുക്ക് വേണമെങ്കിൽ ആദ്യം നമ്മൾ ആ ബീറ്റ്റൂട്ടൊക്കെ വഴറ്റിയ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കടുക് വറക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് തന്നെ ഒരു 1/4 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ കറിവേപ്പില നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റും ഒരു ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീറ്റ്റൂട്ട് സാമ്പാർ. എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഒരു ബീറ്റ്റൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബൈ.